അപ്പൊ നരിവേട്ട എന്ന മൂവി കണ്ടു. സോ ആ പടം കണ്ടിട്ടുള്ള ഹാങ് ഓവർ ഇപ്പോഴും എനിക്ക് പോയിട്ടില്ല. കാരണം ആ ഹാങ് ഓവർ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. കാരണം ഒരു 2003 വയനാട് മുത്തങ്കിൽ സംഭവിച്ചിട്ടുള്ള ഒരു കലാപത്തിനെ ബേസ് ചെയ്തിട്ടാണ് തിരുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ സിനിമ കണ്ടാൽ മനസ്സിലാവുക അതാണ് ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്നുള്ളത്. കാരണം ഞാൻ ഈ ഇൻസിഡന്റിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റ് ആണ്. ഞാൻ ഈ സിനിമ ഇറങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ഈ സിനിമ ട്രെയിലർ അനൗൺസ്മെന്റ്സ് വരുന്നത് വരെ ഈ ഇൻസിഡന്റിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. ഈ ട്രെയിലേഴ്സ് ഇതൊക്കെ വന്ന സമയത്താണ് പലരും ഇതാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ട്രോൾസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പോസ്റ്റുകൾ. സോ ഇത് കണ്ടപ്പോൾ മനസ്സിലായത് തന്നെയാണ്. കാരണം 2003 കാലഘട്ടം തന്നെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സോ പിന്നീട് ഞാനത് അന്വേഷിച്ച ഒരു സമയത്ത് ഏറെക്കുറെ ആ പറഞ്ഞ കഥയിലോ പറഞ്ഞ ഈ കാണിച്ച സിനിമയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. 2003 മുത്തെങ്കിൽ അന്ന് ഒരു കലാപം ഉണ്ടാവലും ഈ വീടും സ്ഥലത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സമരത്തില് അന്ന് ഈ പോലീസുകാർ കയറി ഇവരെ അറ്റാക്ക് ചെയ്യലും അതിനുശേഷം അവർ ട്രൈബലിൽപ്പെട്ട ഒരാൾ മരണപ്പെടുന്നു, അതുപോലെ പോലീസിൽപ്പെട്ട ഒരാൾ മരണപ്പെടുന്നതിനെ കുറിച്ചാണ് യഥാർത്ഥ നടന്ന സംഭവത്തെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റിയത്. ഞാൻ അതിലെ ആളുകളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ. പക്ഷെ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് സെയിം പ്ലോട്ട് തന്നെയാണ്, സെയിം സംഭവം തന്നെ. ഈ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് ഹാങ് ഓവർ തരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സംഭവം നമ്മൾ കേട്ടു എന്നുള്ള സംഭവം നമ്മൾ വിഷ്വലി കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കലാപമൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആ കലാപത്തിൽ ഇറങ്ങിച്ചെന്ന പോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതില്. സോ എനിക്കിപ്പോ പറയാനുള്ള എനർജി പോലും വളരെ കുറഞ്ഞു പോയി. കാരണം അത്രയും മനസ്സിൽ അലട്ടിയായിരുന്നു ക്ലൈമാക്സ് ഇൻസിഡൻസ് ഒക്കെ. സോ എനിക്കിതിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഡയറക്ടർ, റൈറ്റർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ. ആൻഡ് ഡയറക്ട് ചെയ്തിട്ടുള്ളത് അനുരാജ് എന്ന് പറഞ്ഞ ആളാണ്. സോ ഒന്നും പറയില്ല, കിട്ടില്ലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് റൈറ്റർ എബിൻ ജോസഫ്. ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ആസ്പദമാക്കിയിട്ട് അതെങ്ങനെ മൂവി ആയിട്ട് മാറ്റാം എന്നുള്ള രീതിക്ക് കൃത്യമായിട്ട് ഒരു പാളിച്ച പോലും വരാതെ എഴുതിയിട്ടുണ്ട്. ഇച്ച് ആൻഡ് എവരി സീനിൽ കില്ലനായിട്ട് വർക്ക് ചെയ്തിട്ട് അതെങ്ങനെ ആൾക്കാരെ കാണിപ്പിക്കണം, എങ്ങനെ ആൾക്കാർക്ക് മനസ്സിൽ കൊള്ളണം എന്നുള്ള രീതിക്ക് ഇത് എഴുതിയിട്ടുണ്ട് റൈറ്റർ. ആൻഡ് മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ്. പുള്ളിക്കാരൻ പീരായിട്ട് ഞെട്ടിച്ചോണ്ടേ നിൽക്കുകയാണ്. ആൻഡ് ഈ സിനിമയില് മ്യൂസിക് ചെയ്തിരിക്കുന്നത് കിഡിലനാണ്. കാരണം ഇങ്ങനെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് അല്ലെങ്കിൽ അതിനാസ്പദമാക്കി എടുത്ത സിനിമയിൽ മ്യൂസിക്കിന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. കാരണം അത്രയും നമുക്ക് ഇമോഷണലി ആ മ്യൂസിക് കൂടി വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നത് ഈ സിനിമയിൽ എസ്പെഷ്യലി. സോ ഇവര് മൂന്നാണ് ഈ സിനിമയുടെ സ്റ്റാർസ്. സോ പെർഫോമൻസുകൾ പറയാനാണെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ട് പറയേണ്ടത് ടോവിനോ തോമസ് ആണ്, പിന്നുള്ളത് സുരാജ് ജോർമോടൊക്കെയാണ്. സോ സുരാജ് ജോർമോട്ട് ബഷീർ എന്നാണ് ക്യാരക്ടർ ചെയ്യുന്നത്. ഒരു പോലീസ് എക്സ് കോൺസ്റ്റബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതില്. സോ പുള്ളിക്കാരന്റെ റോള് നമുക്ക് മനസ്സിൽ തങ്ങണ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടൊവിനോ തോമസ് ഇതിൽ ഇടുക്കിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ പൊതുവെ ഇമോഷണൽ സീനുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പക്ക അങ്ങനെ ആ ഇമോഷണൽ സംഭവം വരലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പൊതുവെ ഈ ലാസ്റ്റ് വന്ന മണി എന്നുള്ള ക്യാരക്ടറൊക്കെ അല്ലേ ഏറമില്ല, അതിലൊക്കെ ആയിരുന്നു പൊതുവെ പുള്ളിക്കാരൻ നല്ല കിടിലാണ് ചെയ്തെന്ന് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇതില് സൂപ്പർ ആയിരുന്നു. പക്ക പാളിപ്പോവാത്ത രീതിയിൽ ഇമോഷണൽ സീൻസ് അത്യാവശ്യം ഉണ്ടതില്ല. ആ സാധനമൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് പെർഫോമൻസിനെ കുറിച്ച് കൂടുതലൊന്നും ഇതിൽ പറയാം. കാരണം എല്ലാവരും അവരുടെ പണി കൃത്യമായി തീർത്തിട്ടുണ്ട് ഇതില്. കാരണം എല്ലാവരും ഉള്ളു, ഇപ്പൊ ഒരു ആദിവാസിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരും എല്ലാവരും നന്നായിട്ടുണ്ട്. കാരണം ഈ പടം മെയിൻ ആയിട്ട് ഈ പെർഫോമൻസ് ഒന്നുമല്ല, ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി പോകണം, ഇത് എടുത്തു വെച്ച രീതിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം. പെർഫോമൻസുകളൊക്കെ അതിന് ചേർന്ന് തന്നെ പോകണം കേട്ടോ. ഇതിൽ ചേർന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. മീൻ ആക്ടർ, തമിഴിലൊക്കെ ഉള്ള പുള്ളിക്കാരൻ്റെ ഒരു പടമൊക്കെ ഉണ്ട് പണ്ട് പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നു. ഞാനത് പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല പടം. അപ്പോ ഈ ചേരന്റെ മുഖം നന്നായിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡ് റോളാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നന്നായിട്ടുണ്ട്. പക്ഷെ ഇനി ഇതിൽ കണ്ടന്റ്സിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക, ഇത് എടുത്തു വെച്ച രീതി ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ എടുത്തു വെച്ച രീതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിൽ എസ്പെഷ്യലി ടുവേർഡ്സ് എൻഡിങ്ങിൽ ഒരു മിഡിൽ പാർട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു കലാപം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവര്. എന്താ പറയാ, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കലാപത്തിൽ ഇറങ്ങി ചെന്ന പോലത്തെ ഒരു ഫീൽ ആവുന്നത്. ഈ കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളി. എന്റെ ക്യാമറ വർക്ക്സ് ആയാലും ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ഈവൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടോന്ന് അവരും പോലും സൂപ്പർ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. എന്ത് കിള്ളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് എസ്പെഷ്യലി അതിന്റെ ഇടയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ സൂപ്പർ. ആ ഒരു സീന് അടിപൊളിയാണ്. അതിൽ ടോവിനോ തോമസിന്റെ പെർഫോമൻസും എക്സ്പ്രഷൻസും ഒക്കെ അതിന് ഒരു ഭംഗി കൊടുത്തിട്ടുണ്ട് ആ കാര്യത്തിന്. അത്രയും കിടിലായിട്ടാണ് ആ റൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനത്തെ സിനിമകള്
എന്തുകൊണ്ടും ഇങ്ങനത്തെ സിനിമകൾ ഇനിയും ഇറങ്ങണം. കാരണം നമ്മൾ അറിയാതെ പോയിട്ടില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനോ അല്ലെങ്കിൽ എന്റെ ജനറേഷൻപ്പെട്ട ആൾക്കാർ പോലും അറിയാത്ത പോയിട്ടുള്ള പണ്ടത്തെ പല കഥകളും ഉണ്ടാവും. എസ്പെഷ്യലി ഇപ്പൊ തങ്കമണി കേസ് സിനിമയായിട്ട സമയത്ത് ആ സിനിമയ്ക്ക് ഏറ്റവും പറ്റിയൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ പാളിപ്പോയി. എടുത്ത കണ്ടന്റ് കിടിലാണെങ്കിൽ അല്ലെങ്കിൽ പോലും ആ ഒരു കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും അത് എടുത്തു വെച്ച എക്സിക്യൂട്ട് ചെയ്ത രീതി പാളിപ്പോയതുകൊണ്ടാണ് അങ്ങനത്തെ പടങ്ങളൊക്കെ തിയേറ്ററിൽ പരാജയപ്പെട്ടത്. പക്ഷെ ഈ പടം എടുത്തു വെച്ചിരുന്ന ഒന്നും പറയാനില്ല, ഈ പടത്തിൽ ഇനി ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ കണ്ടന്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടുതലൊന്നും ഇതിൽ ചെയ്യാൻ കഴിയില്ല. സോ ഇങ്ങനത്തെ പടങ്ങൾ ഇനി വിജയിക്കുമെന്നുള്ള കണ്ടറിയാം, കാരണം എനിക്കറിയാൻ പാടില്ല. സോ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടർ ഇത് ലീഡ് ചെയ്തിട്ടുണ്ട്, എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വിജയിച്ചില്ലെങ്കിൽ ഈ എല്ലാ മലയാളികളുടെ ഒരു പരാജയത്തെ പറയാൻ പറ്റില്ല. ഇനി എടുത്തു വെച്ച് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. കാരണം ഇത് വേറെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ഇതിലുണ്ട്. അതിലുപരി ഈ ഒരു ഇൻസിഡന്റ് അറിയണം എന്നുള്ള നിലക്കേ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത്. കാരണം സിനിമ കാണുന്നത് ഒന്നുമല്ല, ഈ ഇൻസിഡന്റ് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ പോയോക്കണം. അന്ന് ട്രൈബൽസിൽ ഉണ്ടായിട്ടുള്ള ഇടങ്ങറുകൾ കാര്യങ്ങളൊന്നും കണ്ടു നോക്കാനെങ്കിലും നിങ്ങൾ പോയോക്കണം എന്ന് ഞാൻ പറയും. കാരണം എനിക്കിത് അറിയണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളൊന്ന് പോയി നോക്കുക, ഇത് കണ്ടു നോക്കുക. ഈ പടം വിജയിക്കണം തന്നെ പറഞ്ഞു. ഇങ്ങനത്തെ ഫിലിമുകൾ ഇനിയും വരണം. ഇങ്ങനത്തെ നമ്മൾ അറിയാത്ത ഇൻസിഡൻസിനെ കുറിച്ചുള്ളത്, നമ്മൾ കാണാത്ത ഇൻസിഡൻസിനെ കുറിച്ചുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ആ ഇൻസിഡൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷേ ട്രൈബൽസിൽ ഉണ്ടാവുന്ന വേർതിരിവുകൾ എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നതാണ്, ഇന്നും കാണുന്നതാണ്. സോ ഇത് കണ്ടു നോക്കാം. വേറെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. നീ ഒരു ട്രൂ ഇൻസിഡന്റ് ആണെന്നുള്ള കാര്യം മാറ്റി വെച്ചാൽ പോലും ഇതിന്റെ സിനിമാറ്റിക് എക്സ്പീരിയൻസിന് ഒരു കുറവുമില്ല. പക്ഷെ ഞാനിത് പ്രൊമോട്ട് ചെയ്യണത് സിനിമാറ്റിക് എക്സ്പീരിയൻസ് അനുഭവിക്കാനല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിന്റെ ആ കണ്ടന്റ് കാണാൻ തന്നെ പോകണം എന്ന എന്റെ സജഷൻ. സോ നിങ്ങൾ തിയേറ്ററിലുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.